നമസ്കാരം ഗായ്സ്. അപ്പൊ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ആനക്കോണ്ട എന്ന് പറഞ്ഞ മൂവിനെ കുറിച്ചിട്ടാട്ടോ. അപ്പൊ ആനക്കോണ്ട എന്ന് പറഞ്ഞ മൂവിനെ കുറിച്ച് സംസാരിക്കാൻ മുമ്പ് നമ്മൾ ഇതിനു മുമ്പേ കുറെ സീക്വൽ ആയിട്ടുള്ള ആനക്കോണ്ട മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും. പല രീതിയിൽ പല വ്യത്യസ്തമായ കഥയിൽ വന്നിട്ടുള്ള മൂവി ആയിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ കറന്റ്ലി ഇറങ്ങിയ ആനക്കോണ്ട ഇപ്പൊ റൺ ചെയ്തുകൊണ്ട് ആനക്കോണ്ട ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഫ്ലോപ്പ് മൂവി ആയിരിക്കുന്നു. കാരണം ആ ട്രെയിലർ ഒട്ടും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്തിരുന്നത്. ബട്ട് എന്റെ ചിന്താഗതി കംപ്ലീറ്റ് മാറ്റിയിട്ടാണ് ഞാൻ ഇന്നലെ രാത്രിയാണ് ആ മൂവി കണ്ടത്. കാരണം ഞങ്ങളുടെ ഏരിയയിലൊന്നും ആ മൂവി റൺ ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് ദൂരത്തുള്ള തിയേറ്ററിൽ കണ്ടപ്പോൾ അവിടെ പോയി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം ഈ മൂവി ബേസിക്കലി ഫോക്കസ്ഡ് ഓൺ കോമഡിയിലാണ്. കോമഡി, ഹ്യൂമർ, അതുപോലെ തന്നെ ഭയങ്കര എന്റർടൈനിങ് ആയ രീതിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ആ മൂവിയിൽ ആനക്കോണ്ട എന്ന് പറഞ്ഞ സ്നേക്കിനെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് ഒരു എന്താണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഹൊററായി രീതിയിലൊക്കെ അല്ലെങ്കിൽ സ്നേക്കിന്റെ ഹണ്ട് പോലെയൊക്കെ കാണിക്കുന്ന വെച്ചാൽ അത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ നല്ല രീതിക്ക് മേക്ക് ചെയ്ത് വെച്ചിട്ട്, അതുപോലെ തന്നെ ജേക്ക് ബ്ലാക്കിന്റെ ഒക്കെ ക്യാരക്ടറും അഭിനയിച്ച രീതിയും ഒന്നും പറയാനില്ല. അതുപോലെ പോൾ റൂഡി നമ്മുടെ ആൻഡ്മാനായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയുടെയൊക്കെ ക്യാരക്ടേഴ്സും അവർ അതായത് പടം ഉടനീളം ഫോക്കസ്ഡ് ഓൺ കോമഡി ബേസിസിലാണ്. അതായത് അവർ പെട്ട സിറ്റുവേഷന് അത്രയും ഹൊറിബിൾ ആണെങ്കിൽ പോലും മൂവി കാണുന്നത് നമ്മൾ നല്ല രീതിക്ക് എന്റർടൈൻമെന്റ് ചെയ്ത്, അതായത് ഓരോ കൗണ്ടേഴ്സും ഓരോ എക്സ്പ്രഷൻസ് അതുപോലെ ഓരോ ഡയലോഗിനും അവർ കൊടുക്കുന്ന മറുപടി രീതിയിൽ എല്ലാ രീതിയിലും അവര് ഇവരെ ഭയങ്കരമായിട്ട്, അതുപോലെ സോണിനെ ഒരു ലിമിറ്റിലൊക്കെ കൊണ്ടായിട്ട് കളിയാക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ഏതർത്ഥത്തിലും എനിക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആട്ടോ. നിങ്ങളൊരു ഹോളിവുഡ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പടം ആരാധകനാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു എന്റർടൈനിങ് പടം ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ്. ഞാൻ പിന്നെ രണ്ടാമത്തെ കാര്യം പറയാം, ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പടത്തിന് പോകും. ഭയങ്കര നല്ല രീതിയിലാണ് ഈ മൂവി ചിത്രീകരിച്ചത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പോയത് കൊണ്ട് മാത്രമായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ പ്രാവശ്യവും ആനക്കോണ്ട എന്ന് പറയുന്ന ഒരു ഭീകരമായ ജീവി മനുഷ്യന്മാര് സർവൈവ് ചെയ്ത് വരാൻ കഷ്ടപ്പെടുന്നു. അങ്ങനെ അവസാനം സർവൈവ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ പേര് രക്ഷപ്പെട്ട രീതിയിലാണ് മൂവീസ് വരിക. മെയിൻലി ബേസിക്കലി അതായിരിക്കും എല്ലാ മൂവി പ്ലോട്ട് ഉണ്ടായാലും സ്റ്റോറി ഡിഫറൻസ് ആണെങ്കിലും. ബട്ട് ഈ മൂവി കംപ്ലീറ്റ്ലി ഡിഫറൻസ്. അതായത് തുടക്കം മുതലേ അവസാനം വരെയും ഈ മൂവി ഹ്യൂമറും കോമഡിയും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിനർത്ഥം ആനക്കോണ്ട സീൻസ് ഭയങ്കര മോശമായി ആനക്കോണ്ട കോമാളി ചിത്രീകരിച്ച ആനക്കോണ്ട വരുന്ന സീൻസ് ആണെങ്കിലും ആ രീതിയിൽ ആനക്കോണ്ട മൂവീസിൽ വിഷ്വൽസ് അങ്ങനെ തരുന്നത് അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പെട്ടെന്ന് സ്ക്രീൻ ചേഞ്ച് ചെയ്യുന്ന മാതിരി അവർ പെട്ടെന്ന് അതൊരു ഹ്യൂമർ ആയാലും കോമഡി ആക്കും, നമുക്ക് നല്ല രീതിയിൽ ചിരിക്കാനും. അതുപോലെ തന്നെ ആനക്കോണ്ട പടത്തിൽ വിശ്വസനീയമായ പ്ലോട്ടാണ്. അതായത് സാധാരണ എല്ലാ പടത്തിലും ആനക്കോണ്ടനെ എന്തെങ്കിലും തേടിയിട്ട് അങ്ങനെയൊക്കെ പോകണ്ടാവും. ഈ പടത്തില് നല്ല നല്ല കോമഡി പരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അതുപോലെ എങ്ങനെ ആനക്കോണ്ട വരുന്നു. ഇതില് ആനക്കോണ്ട 2-3 തരത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഒക്കെ ആനക്കോണ്ട കാണിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ചിരിച്ചു മണ്ണപ്പ. അതിനർത്ഥം വിഷ്വൽസ് ഭയങ്കര മോശമാകുന്നതല്ല, അവരെടുത്ത രീതിയും സ്റ്റോറിയും ഒക്കെ ആ രീതിയിൽ നമ്മളെ എന്റർടൈൻ ചെയ്തിട്ട്, അതായത് നമുക്കൊരു കോമഡി നമ്മൾ ചിരിക്കണം എന്ന രീതിയിൽ എടുത്ത പടമായിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ. എന്റെ കൂടെ ഇരുന്ന് കണ്ടവരൊക്കെ ഏകദേശം ഫേസും അവരുടെ സ്മൈലിങ് ഒക്കെ കേട്ടിടത്തോളം എല്ലാവരും എൻജോയ് ചെയ്താൽ തോന്നുന്നത്. പടം അധിക ദിവസം തിയേറ്ററിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും നന്നു, കാരണം അത്രയും സ്ക്രീനിൽ അത്രയും വിഷ്വൽസിൽ കാണാതിരിക്കും. അപ്പൊ നിങ്ങൾ ആരും കാണാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോക്ക്. അതുപോലെ നിങ്ങൾ ആരും ആനക്കോണ്ട കണ്ടവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. എന്നെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടവരുണ്ടോ ഇല്ലെന്ന് അറിയാലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പോ ആനക്കോണ്ട കാണാത്തവരാണ് ജസ്റ്റ് ഒന്ന് കണ്ടോക്ക്. ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാത്താണ് മൂവീസ് ഒക്കെ ഇംഗ്ലീഷ്, കാരണം ചില വിഭാഗക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇതൊരു കോമഡി ഓറിയന്റഡ് ആയിട്ട് എല്ലാ കാറ്റഗറിക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തൊരു മൂവി ആയതുകൊണ്ട് ഏതൊരു പ്രേക്ഷകർക്കും പോയി കാണാം. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോക്ക്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോ കണ്ടവരാണെങ്കിൽ കണ്ടവരുടെ അഭിപ്രായങ്ങളും പറയാം. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.